70 ദിവസമായി സെക്രട്ടറിയുടെ സമരം കിടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം അവർക്ക് എന്തെങ്കിലും കൊടുത്ത ആ പ്രശ്നം അവസാനിപ്പിക്കുന്നതിന് പകരം ആ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയല്ലേ? പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും എത്ര ദിവസമായി അവിടെ സമരം കിടക്കുക? ഇതൊരു തൊഴിലാളി വർഗ പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മൂരാച്ചി ഒരു മുഖ്യമന്ത്രി, ഇയാൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ? അവരവിടെ കിടന്ന് നിലവിളിക്കയില്ലേ? അവർക്ക് ആ ഒരു ഷെഡ് പോലും കെട്ടാൻ, ഒരു ടാർപ്പാളിയും കെട്ടാൻ പോലും പറ്റില്ല. മഴയത്തും വെയിലത്തും അവരുടെ കിടക്കയില്ലേ? ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ, ആണത്തമുള്ള ഒരു മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പാവപ്പെട്ട ഈ ആശാവർക്കമായ അമ്മമാരും സഹോദരിമാരോടും എന്തെങ്കിലും ഒരു കരുണ കാണിച്ചിരുന്നെങ്കിൽ അവർ ഇത്രയും ദിവസം അവിടെ സമരം കിടക്കേണ്ടി വരുമോ? ഇതുവരെയും ഒത്തുതീർപ്പാക്കാൻ അവർ തയ്യാറായിട്ടില്ല. പ്രിയമുള്ളവരെ, ആരാണ് ആശാവർക്കർമാർ? ഈ ആശമാർ ഈ സ്കീം കൊണ്ടുവന്നാരാ? കോൺഗ്രസ് ഗവൺമെന്റ് ആണ്, മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ആണ്. ആശ നമ്മുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാൻ, വോളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ വേണ്ടി ഈ ആശമാരെ നിയമിച്ചത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. കോവിഡ് കാലത്ത് നമ്മുടെ വീടുകളിലേക്ക് വന്നത് ആരാണ്? ആശാവർക്കർമാരാണ്. നമ്മൾ പോലും പേടിച്ചു നിന്നപ്പോൾ, അറച്ചു നിന്നപ്പോൾ, നമ്മൾ പോലും കോവിഡ് രോഗികളുടെ അടുത്ത് പോകാൻ തയ്യാറാകാതിരുന്നപ്പോൾ ആ കോവിഡ് രോഗികളെ പരിചരിച്ചവരാണ് ആശാവർക്കർമാർ. അവർ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സേവനങ്ങൾ നമുക്കറിയില്ലേ? അതിനവർക്ക് കിട്ടുന്ന ഓണറേറിയം, തുച്ഛമായ ശമ്പളം അത് കൂട്ടിക്കിട്ടണമെന്നും പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കോമ്പൻസേഷൻ, ഒരു തുക അവർക്ക് ലഭിക്കണമെന്നും പറയുന്ന ന്യായമല്ലേ? അതിലെന്താണ് തെറ്റ്? അപ്പോ എന്താണ് നമ്മുടെ പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു, തൊഴിലാളി വർഗ പാർട്ടി.